ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ധരിക്കുന്ന ഹെൽമെറ്റ് എന്ന് പറയുന്നത്. രണ്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് ആൻഡ് പ്രയോറിറ്റി അത് സേഫ്റ്റി ആസ്പെക്ട്സ്, സെക്കൻഡ് അതില്ലാഞ്ഞാലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫൈൻ. ഇത് രണ്ടും കാരണം വളരെയധികം ബൂമിങ്ങുള്ള ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കേരളത്തിലേക്ക് ഇതിൻ്റെ മേജർ പോർഷൻസും വരുന്നത് പുറത്തുനിന്നാണ്, ചൈനയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തുനിന്നാണ് പ്രൊഡക്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ അങ്ങനത്തെ അത്രയും ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചുകൂടാ? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കറിയാം, ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ഏകദേശം ഒരു ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 8 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്മോൾ സ്കെയിലിൽ നമുക്ക് ഈ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ് വളരുന്നതിനനുസരിച്ച് അത്യാവശ്യം നല്ല ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉള്ള പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ സെമി ഓട്ടോമാറ്റിക്കും ഫുള്ളി ഓട്ടോമാറ്റിക് ഒക്കെ ഭാവിയിലാക്കാൻ സാധ്യതയുള്ള നമ്മളെപ്പോഴും ബിസിനസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏത് ബിസിനസ് സെലക്ട് ചെയ്യണമെങ്കിലും അതിന് എത്രത്തോളം വലുതാക്കാൻ എക്സ്പാൻഡ് ചെയ്യാൻ നമ്മുടെ സ്വന്തം നാടിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് വിട്ട് അതർ സ്റ്റേറ്റിലേക്ക് പിന്നെ രാജ്യത്തിന് പുറത്തേക്ക് വേൾഡ് വൈഡ് അങ്ങനെയുള്ള ഒരു ബിസിനസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്നാണ് നല്ലൊരു ബിസിനസ്മാൻ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബിസിനസ് അതിന് പോസിബിലിറ്റി ഉള്ള ബിസിനസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെഷീനറീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷെൽ മോൾഡിംഗ് മെഷീനാണ്, ഹെൽമെറ്റിൻ്റെ ഷെല്ല് പുറത്തുള്ള ഇത് ഉണ്ടാക്കാനുള്ള മെഷീൻ. പിന്നെ ഇതിന് EPS ലൈനർ മോൾഡ് അതിനകത്തേക്കുള്ള, പിന്നെ ഒരു പെയിന്റ് ബൂത്ത് വേണം, പിന്നെ പാഡിങ്ങിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ട്, അതിനുള്ളിൽ വെക്കുന്ന പാഡിങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാനുള്ള യൂണിറ്റ്, പിന്നെ ഇതിൻ്റെ ടെസ്റ്റിംഗ് ടൂൾസ്. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട മെഷീനറീസ് എന്ന് പറയുന്നത്. ഇതിനുള്ള റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ABS അല്ലെങ്കിൽ പോളികാർബണേറ്റ് ഷീറ്റ്, പിന്നെ EPS ഫോം, പിന്നെ പാഡിങ്ങിൻ്റെ ഫാബ്രിക്, പിന്നെ വൈസറിനുള്ള ഷീറ്റുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് കോയമ്പത്തൂർ, പൂനെ, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ബൾക്കായിട്ട് ഈസിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ് നോക്കണം. ഫസ്റ്റ് ഷെൽ മോൾഡിംഗ്, പിന്നെ അതിൻ്റെ അകത്ത് EPS ഫിക്സ് ചെയ്യാനാണ്, പിന്നെ അതിൻ്റെ പാഡിങ്ങും, പിന്നെ അതിൻ്റെ വൈസർ അസംബ്ലി, പിന്നെ ഫൈനൽ സ്റ്റേജ് നമുക്ക് പെയിന്റിങ്ങും, പിന്നെ അതിൻ്റെ സ്റ്റിക്കറിംഗ്, ബ്രാൻഡിങ് അങ്ങനെ എന്തെങ്കിലും അതും പിന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ സെയിൽ ചെയ്യാൻ റെഡിയാക്കാം. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നമുക്കറിയാം എല്ലായിടത്തും ആവശ്യമുള്ളതാണ്. ഓട്ടോമൊബൈൽ ഷോപ്പുകളിലും സ്പെയർ പാർട്സ് ഷോപ്പുകളിലും പിന്നെ അതുപോലെ ഹെൽമെറ്റിന് മാത്രമായിട്ടുള്ള ഷോപ്പുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി, പിന്നെ വാട്സ്ആപ്പ്, അതുപോലെ ഡീലർ നെറ്റ്വർക്കുകൾ, പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴി, ട്രേഡ് ഇന്ത്യ മാർട്ട് വഴി ബൾക്കായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് പ്രോഫിറ്റബിലിറ്റി നോക്കണം. പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് ഒരു 700 to 900 റേഞ്ചിലാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. സെല്ലിംഗ് പ്രൈസ് 1500 to 2500 രൂപ വരാണ്. 40 to 60% മാർജിനുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ സ്കേലബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വർക്കേഴ്സിന്, കൂടുതൽ മെഷീനറീസ്, നേരത്തെ പറഞ്ഞ പോലെ മാനുവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സെമി ഓട്ടോമാറ്റിക്കും പിന്നീട് ഓട്ടോമാറ്റിക് ഒക്കെ ആയിട്ട് വലിയ രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും മിഡിൽ ഈസ്റ്റിലേക്കും ബാക്കി ആഫ്രിക്കൻ കൺട്രീസിലേക്കൊക്കെ. പിന്നെ അതുപോലെ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതേ നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്ന അതേ കസ്റ്റമേഴ്സ് നമുക്ക് ഗ്ലൗസ്, ജാക്കറ്റ്സ്, ആക്സസറീസ് കൊടുക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബിസിനസ് ആശയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ബിസിനസ് ആശയങ്ങൾക്കും ബിസിനസ് ടിപ്പുകൾക്കും പ്രോസസ്സുകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ബിസ്റ്റാർട്ട് മൊബൈൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. ഈ ബിസിനസിൻ്റെ ബിസിനസ് ഗൈഡിന് വേണ്ടിയിട്ട് BG എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള 1-to-1 കൺസൾട്ടേഷന് വേണ്ടി 1-to-1 എന്ന മെഷീനറീസിൻ്റെ ലിങ്കിന് വേണ്ടി ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ, പുതിയ ആശയങ്ങൾ, പിന്നെ വേറെ ഏതെങ്കിലും ബിസിനസിനെ കുറിച്ചുള്ള ആശയങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.